Name of our God in our midst. നമ്മുടെ മധ്യത്തിൽ പിന്നെയും ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. I greet you all in the blessed name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Once again, we praise God for the wonderful opportunity God has given us this evening to sing praises unto His name and to rejoice in His presence. പിന്നെയും തനിക്ക് സ്തോത്രം പാടുവാനും ഒരു സന്നിധാനത്തിൽ നമുക്ക് സന്തോഷം അനുഭവിപ്പാനും ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for the wonderful gifts and talents God has deposited in our assembly. നമ്മുടെ സഭയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപമായി നൽകിയിരിക്കുന്ന താലന്തുകൾക്കായിട്ട് കൃപാവരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Even those of us who do not have the talents to sing also could sing along with them and rejoice in God's presence. നമുക്കൊരു പക്ഷേ തനിയെ പാട്ട് പാടുവാനായിട്ട് താലന്തില്ലാത്തവരാണെങ്കിൽ പോലും മറ്റുള്ളവരോട് ചേർന്ന് പാട്ട് പാടി അത്തരത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും അവനെ സ്തുതിപ്പാനും സാഹചര്യം നൽകുന്നുവല്ലോ. We thank God for the book of Revelation. വെളിപ്പാട് പുസ്തകത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. This is a book where our Lord has revealed Himself to us. കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമായി ഇതിരിക്കുന്നു. We have seen that this is a revelation of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് നാം ഇതിനെക്കുറിച്ച് കാണുന്നത്. His person, His work, His program, everything is mentioned here in this book. തന്റെ വ്യക്തിത്വം, തന്റെ പദ്ധതികൾ, തന്റെ പ്രവൃത്തിയൊക്കെ നമുക്കതിൽ കാണുവാനായിട്ട് കഴിയും. We have seen the initial few chapters 1 to 4. ആദ്യത്തെ ചില അധ്യായങ്ങൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ അത്തരത്തിൽ നാം കാണുകയുണ്ടായി. We see the church here on this earth in chapters 2 and 3. 2-3 അധ്യായങ്ങളിലായി ഈ ഭൂമിയിലായിരിക്കുന്ന സഭകളെ കുറിച്ച് നാം കണ്ടു. And in chapters 4 and 5 we see the church in heaven. 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന സഭയുടെ അവസ്ഥയാണ് കാണുന്നത്. Chapter 4 we see a throne in heaven. 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം കാണുന്നു. In chapter 5 we see a scroll in heaven. അതുപോലെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലുള്ള ഒരു ചുരുൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു പുസ്തകം കാണുവാനായിട്ട് കഴിയും. Therefore, the chapter 4 focus attention. The chapter 4's attention is on the throne. 4-ാം അധ്യായത്തിന്റെ ശ്രദ്ധാകേന്ദ്രം സ്വർഗത്തിലെ സിംഹാസനമാണ്. The one who has occupied that throne is none other than God the Father. ആ സിംഹാസനത്തിലായിരിക്കുന്നത് പിതാവായ ദൈവം മാത്രമാണ് തന്നെയാണ്. But in chapter 5, എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ emphasis is on the book or the scroll. നാം ഒരു പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ചുരുളിനെ കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ ശ്രദ്ധാകേന്ദ്രം അതാണ്. But there we also see the recipient of that scroll. ആ പുസ്തകം സ്വീകരിക്കുന്ന lawlessness everywhere. എല്ലായിടത്തും നമുക്ക് ഇന്ന് നീതിരഹിതമായ ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയും. But when Christ will come, എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ and He is going to reclaim all His creation. തന്റെ സൃഷ്ടിയൊക്കെയും അവൻ വീണ്ടെടുക്കുവാൻ പോവുകയാണ്. And He is going to rule over this earth for 1000 years. അവൻ ഏതാണ്ട് ഈ ഭൂമിയിൽ 1000 വർഷം അല്ലെങ്കിൽ ഒരു സഹസ്രാബ്ദം വാഴുവാൻ പോവുകയാണ്. Therefore the ultimate victory is of the Lord. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ കഴിയും, ആത്യന്തികമായ വിജയം കർത്താവിനുള്ളതാണ്. Today it seems that the Christ is losing. ഇന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം ക്രിസ്തു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. It seems that the church is losing. ഒരു പക്ഷേ സഭ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയേക്കാം. But the ultimate victory is of the Lord and His church. എന്നാൽ ആത്യന്തികമായി വിജയം കർത്താവിനും തന്റെ സഭയ്ക്കുമുള്ളതാണ്. So the book is talking about the redemption. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നാം പറഞ്ഞ ഈ പുസ്തകം വീണ്ടെടുപ്പിനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. Coming to chapter 5 verses 2 to 5. 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ there we read about the problem related to the book. ഈ പുസ്തകത്തോടനുബന്ധിച്ച് ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് കാണുവാൻ കഴിയും. In verse 2, 2-ാം വാക്യത്തിൽ, and I saw a strong angel proclaiming with a loud voice, who is worthy to open the book and to break its seals. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. Who is worthy to open the book? ഇത് പൊട്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ പുസ്തകം തുറക്കുവാനായി യോഗ്യനാരുണ്ട്? That was the problem that they face. വലിയൊരു പ്രശ്നമാണ് അവർ അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ. Now what is the reaction of John? യോഹന്നാന്റെ മറുപടി അല്ലെങ്കിൽ അതിനുള്ള പ്രതികരണം എന്തായിരുന്നു? Verses 3 and 4. 3-4 വാക്യങ്ങൾ. And first of all, there was a search
for someone who can come and open the scroll. ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആർക്കെങ്കിലും വന്ന് ഈ പുസ്തകം തുറക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു തിരച്ചിലാണ്. But they could not find anyone. അത് എന്നാൽ അവർക്ക് അത്തരത്തിൽ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. In verse 3 we read, മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, and no one in heaven or on the earth or under the earth was able to open the book. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. See the entire area of the universe. ഈ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിന്റെ സകല ഭാഗങ്ങളും പരിശോധിക്കുന്നു. And even in Philippians chapter 2 verse 10 also we read about this three sphere of the universe. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഈ ഭൗമമണ്ഡലത്തിന്റെ 3 മണ്ഡലങ്ങളെ കാണുവാനായിട്ട് കഴിയും. The failure to find any qualified person shows the complete helplessness of the humanity. ഇത്തരത്തിൽ പുസ്തകം തുറക്കുവാനായി ആരെയും കണ്ടെത്തിയില്ല എന്നുള്ളതിന്റെ അർത്ഥം ആ സർവമാന മനുഷ്യജാതിയുടെയും പരാജയത്തെയാണ് അത് കാണിക്കുന്നത്. Therefore, first the problem was that there was a search, and as a result of the search they could not find anyone to open. അവരുടെ മുമ്പിലുള്ള ഇപ്പോഴുള്ള ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്നുള്ളത് ഒരു തിരച്ചിലാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം തുറക്കുവാനായി ആരെയും കഴിവുള്ളവനായി കണ്ടില്ല. And secondly, രണ്ടാമതായിട്ട് there was sorrow and sobbing on the part of John. യോഹന്നാന്റെ ഭാഗത്ത് ഒരു കരച്ചിലിന്റെ അനുഭവം, ഒരു സങ്കടത്തിന്റെ അനുഭവം കാണുന്നു. And what was his sorrow? തന്റെ സങ്കടം എന്തായിരുന്നു? There is no one to redeem the humanity and redeem the earth. ഭൂമിയെ വീണ്ടെടുക്കുവാനായി അല്ലെങ്കിൽ ഭൂജനതയെ വീണ്ടെടുക്കുവാനായി ആരെയും താൻ കാണുന്നില്ല. The tense used there is an imperfect tense that shows it was a continuous action. ഒരു imperfect tense ആണ് അവിടെ നമുക്ക് പ്രയോഗത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. തുടർമാനമായ ഒരു പ്രവൃത്തി താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The weeping continued for a while. കരച്ചിൽ അല്പനേരത്തേക്ക് തുടരുന്ന ഒരവസ്ഥ. And in verse 4, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, and I began to weep greatly. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. The reason also is given here because no one was found worthy to open the book or to look into it. അതിനുള്ള കാരണം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും താൻ കാണുന്നില്ല. Now coming to verse 5, 5-ാം വാക്യത്തിലേക്ക് പിന്നെയും വരുമ്പോൾ, we read about the one who is worthy to open the book. ഈ പുസ്തകം തുറക്കുവാനായി യോഗ്യനായ ഒരുവനെ നാം കാണുന്നു. Here we read in verse 5, and one of the elders said to me. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണല്ലോ കാണുന്നത്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞത്, stop weeping, കരയേണ്ട, behold the lion that is from the tribe of Judah, the root of David has overcome so as to open the book and its 7 seals. യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Look at the different description about our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളായ വിശദീകരണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. He is the Lion of Judah. അവൻ യഹൂദാഗോത്രത്തിലെ സിംഹമാണ്. Genesis chapter 49 verses 8 to 10 we read about Judah. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിലെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് യൂദയെ കുറിച്ച് കാണുവാൻ we read about the prediction about the Lion of Judah, our Lord Jesus Christ. യഹൂദയെ കുറിച്ച്, അതുപോലെ യഹൂദയുടെ സിംഹമായവനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്. In Isaiah chapter 11 verse 1 we read about the root of David, our Lord Jesus Christ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ വേരായവനെ കുറിച്ച് നാം കാണുന്നു. In Matthew's Gospel chapter 22 verses 42 and 43, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 42, 43 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, there also we read how, quoting Psalm 110, how David was addressing his son as Lord. 110-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് ദാവീദ് എങ്ങനെയാണ് തന്റെ പുത്രനെ കർത്താവേ എന്ന് വിളിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. My Lord said to my Lord. കർത്താവ് എന്റെ കർത്താവിനോട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു. So that's something so wonderful. അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. Then we read in Luke's Gospel chapter 1 verses 31 to 33. പിന്നെ നാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Jesus Christ is going to occupy the throne of David. കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുവാനായിട്ട് പോകുന്നതിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. 2 Samuel chapter 7 is a classic chapter on the Davidic covenant.
രണ്ട് ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിന് നൽകപ്പെട്ടിരിക്കുന്ന ദാവീദിനോടുള്ള ആ വലിയ ഉടമ്പടിയുടെ വളരെ മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. One of the main points in the covenant is this. അവിടെയുള്ള ഉടമ്പടിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഇതാണ്. Your son shall occupy your throne forever. നിന്റെ പുത്രൻ ഈ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും എന്നുള്ള വാഗ്ദത്തം. Well, Solomon could not occupy the throne forever. ശലോമോൻ എക്കാലത്തേക്കും കൂടി ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. None of the descendants of David could occupy his throne forever. ദാവീദിന്റെ യാതൊരു അനന്തരാവകാശിക്കും എന്നേക്കുമായി ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. But the Lord Jesus Christ, who came in the line of David, he is going to occupy the throne. എന്നാൽ ദാവീദിന്റെ വംശാവലിയിൽ ജനിച്ചവനായ കർത്താവായ യേശുക്രിസ്തു ആ സിംഹാസനത്തിൽ എന്നേക്കുമായി ഉപവിഷ്ടനാകുവാൻ പോവുകയാണ്. He hasn't seated on the throne yet. ഇതുവരെയും അവൻ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. But he is seated on a throne, that is a throne of his father. അവൻ തീർച്ചയായും ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അത് പിതാവിന്റെ സിംഹാസനമാണ്. In the book of Hebrews chapter 1 verse 3 we read about it. എബ്രായർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. Having made the purification of our sins, he is seated on the right hand of the majesty on high. നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനായ കർത്താവ്. But this throne is different from the throne our Lord is going to occupy in future. എന്നാൽ ഈ സിംഹാസനം എന്നുള്ളത് കർത്താവ് പിന്നീട് ഇരിക്കുവാൻ പോകുന്ന ആ സിംഹാസനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. During the millennial reign of Christ, he is going to occupy that throne and he is going to reign over this earth for 1000 years. കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടത്തിൽ 1000 വർഷത്തേക്ക് അവൻ ആ സിംഹാസനത്തിൽ ഇരിക്കുവാനും ഈ ഭൂമിയെ ഭരിക്കുവാനും പോവുകയാണ്. Now coming to verses 6 and 7. തുടർന്ന് നാം 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ there we read about the lamb. നമ്മുടെ കുഞ്ഞാടിനെ കുറിച്ച് കാണുന്നു. Verse 5 we have seen about the lion. 5-ാം വാക്യത്തിൽ നാം ഒരു സിംഹത്തെയാണ് കാണുന്നത്. Whereas in verse 6 we read about a lamb. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഒരു കുഞ്ഞാടിനെ കാണുന്നു. These are the metaphors used in the Bible. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമാനങ്ങളാണ് ഇതൊക്കെ. And they are not to be taken literally. അത് ആക്ഷരികമായി നമുക്ക് എടുക്കുവാനുള്ളതല്ല. Looking at Jesus Christ, once John the Baptist said, "Behold the Lamb of God who take away the sin of the world." കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് ഒരു ദിവസം യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞുവല്ലോ, സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുവാൻ പോകുന്ന ദൈവകുഞ്ഞാടെന്ന്. Here we have again the book of Revelation about the lamb. പിന്നെ നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞാടിനെ കാണുന്നു. There are 4 descriptions about this lamb here. ഇവിടെ ആ കുഞ്ഞാടിനെ കുറിച്ച് 4 വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. We read here the lamb is standing in the midst of the throne. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഈ കുഞ്ഞാട് ഈ സിംഹാസനത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. The standing lamb represents both his majesty and meekness. നിൽക്കുന്ന ഒരു കുഞ്ഞാട് എന്നുള്ളത് തന്റെ ശക്തിയെയും അതുപോലെ തന്റെ സൗമ്യതയെയും ഒരുപോലെ കാണിക്കുന്നു. In heaven our Lord is seated on the right hand of the Father. സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്. He being the high priest, he is seated on the right hand of the Father. That refers to the finished work of our Christ, of our Lord. മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ ചെയ്തു തീർത്ത പ്രവൃത്തിയുടെ ഒരു ചിത്രമായി അതിരിക്കുന്നു. And whereas here we see the lamb standing, എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ്. This seems to be talking about the unfinished the incomplete redemption of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ രക്ഷണീയ പ്രവൃത്തിയുടെ പൂർത്തീകരിക്കപ്പെടാത്ത ഭാഗത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. Not to misunderstand this statement, the work of redemption was already complete. ഇത് തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായും നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി തീർച്ചയായും പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്. But the day is going to come that our Lord is going to bring it to the completion and he is going to reclaim what he has redeemed. നമ്മുടെ കർത്താവ് താൻ രക്ഷിക്കപ്പെട്ടതിനെ തന്റെ അടുക്കിലേക്ക് ചേർക്കുകയും പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന ആ ദിവസത്തിനായി നാം കാത്തിരിക്കുകയാണ് ഇപ്പോഴും. The lamb standing. തീർച്ചയായും നിൽക്കുന്ന ഒരു കുഞ്ഞാട്. Secondly, രണ്ടാമത് the lamb is slain. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട്. Verse 6. 6-ാം വാക്യത്തിൽ തന്നെ
ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. Again in verse 9 we read the same expression. അതേ പ്രയോഗം 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. It's not talking about the crucifixion of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചല്ല അവിടെ കാണുന്നത്. Whereas it's talking about the sweet memory of that wonderful fact our Lord was crucified. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Beloved, the cross of Christ is a great factor that we always remember and we remind ourselves. പ്രിയ സഹോദരി സഹോദരന്മാരെ, തീർച്ചയായും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ളത് നാം ഓർക്കുന്ന വളരെ മനോഹരമായ ഒരു കാര്യമാണ്, മനോഹരമായ ഒരു സത്യമാണ്. It is true that our Lord is risen from his death. കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണ്. But he is the risen one. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. And we remember his death on the cross. അവന്റെ ക്രൂശിലെ മരണം നാം എപ്പോഴും ഓർക്കുന്നതാണ്. At the time of our salvation, we accept the Lord who died for our sins. നമ്മുടെ രക്ഷയുടെ സന്ദർഭത്തിൽ നാം ഓർക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെയാണ്. Baptism also we proclaim the same fact. സ്നാനത്തിന്റെ അവസ്ഥയിലും അതാണ് നാം പ്രഖ്യാപിക്കുന്നത്. In the gospel presentation we proclaim the same fact. Jesus died and he was risen. സുവിശേഷം പങ്കുവെക്കുമ്പോഴൊക്കെ നാം പ്രഖ്യാപിക്കുന്ന വസ്തുത ഏതാണ്? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. At the time of Lord's table we proclaim the same fact. We declare the fact that Jesus died for our sins and he rose again and he is going to come. തിരുവത്താഴം നാം ആചരിക്കുമ്പോഴൊക്കെ നാം പ്രഖ്യാപിക്കുന്നത് ഇതാണ്: കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. തന്നെയുമല്ല, അവൻ നമുക്ക് വേണ്ടി മടങ്ങി വരും. Even when we reach heaven, നാം സ്വർഗത്തിലെത്തുമ്പോഴും we will not lose our sight on the crucified Christ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ദർശനം ഒരിക്കലും മാറുകയില്ല. Throughout the future eternity, we are going to see the slain lamb. വരും കാല നിത്യത മുഴുവനായിട്ട് അത്തരത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നാം കാണാൻ പോവുകയാണ്. Now coming to the third description about the lamb. കുഞ്ഞാടിനെ കുറിച്ചുള്ള മൂന്നാമത്തെ ഒരു വിശദീകരണം എന്നുള്ളത്, this lamb is having 7 horns. അവന് 7 കൊമ്പുണ്ട് ഈ കുഞ്ഞാടിന്. 7 is the number of perfection. തീർച്ചയായും നമുക്കറിയാമല്ലോ, 7 എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. Horn speaks about the strength. കൊമ്പ് തന്റെ ശക്തിയെ കാണിക്കുന്നതാണ്. 7 horns speaks about the absolute authority, absolute power of this lamb. 7 കൊമ്പ് എന്നുള്ളത് അതിന്റെ അധികാരത്തിന്റെ, തന്റെ ശക്തിയുടെ പൂർണ്ണതയാണ് നമ്മെ കാണിക്കുന്നത്. Our Lord has been given all authority in heaven and on earth. Matthew chapter 28 and verse 18. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്, കർത്താവിന് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. His death on the cross did not weaken him. തീർച്ചയായും തന്റെ ക്രൂശിലുള്ള മരണം തന്നെ ബലഹീനനാക്കുകയായിരുന്നില്ല. Death of Christ was not a defeat. തീർച്ചയായും തന്റെ മരണം എന്നുള്ളത് തന്റെ ഒരു പരാജയമായിരുന്നില്ല, പരാജയപ്പെടുത്തലായിരുന്നില്ല. Whereas the death of Christ was a victorious death by which our Lord had defeated Satan and all demonic forces. ക്രിസ്തുവിന്റെ മരണം എന്നുള്ളത് സാത്താനെയും തന്റെ സാത്താന്യ ശക്തികളെയും ഒക്കെയും പരാജയപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു. Our Lord is having full of strength. നമ്മുടെ കർത്താവ് ശക്തിയിൽ പൂർണ്ണനാണ്. And the fourth description about this lamb, ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള 4-ാമത്തെ വിശദീകരണം, this lamb is having 7 eyes. അവന് 7 കണ്ണുകളുണ്ട്, which are the 7 spirits of God. 7 ദൈവാത്മാക്കളായ 7 കണ്ണുകൾ. This is a description again about the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. It also speaks about the omniscience of our Lord. നമ്മുടെ കർത്താവിന്റെ സർവ്വവ്യാപിത്വത്തെയാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. Omniscience. സർവജ്ഞാനം. So our Lord knows everything. നമ്മുടെ കർത്താവ് സകലവും അറിയുന്നവനാണ്. Psalm 139 verses 1 to 6. 139-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. There we read about the omniscience of our Lord. നമ്മുടെ കർത്താവിന്റെ സർവ്വശക്തിയെക്കുറിച്ച്, സർവ്വജ്ഞാനത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു. And he knows the in and out of every individual in this world. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഉള്ളും അകവും പുറവും അവൻ അറിയുന്നു. There is no one who knows
each one of us better than our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനേക്കാൾ അധികമായി നമ്മെ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ മറ്റാരുമില്ല. Our Lord knows everything. നമ്മുടെ കർത്താവ് സകലത്തെയും അറിയുന്നവനാണ്. He knows everyone. അവൻ ഓരോരുത്തരെയും അറിയുന്നവനാണ്. And this is the one who is worthy to receive the scroll and open the seals. ഇവനാണ് ഈ പുസ്തകം സ്വീകരിപ്പാനും അല്ലെങ്കിൽ പ്രാപിപ്പാനും മുദ്രകൾ തുറക്കുവാനും കഴിവുള്ളവൻ. Now we come to the recipient of the book in verses 6 to 14. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം കയ്യിൽ വാങ്ങുന്നവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And the one who receives the book is none other than our Lord Jesus ഈ Christ. പുസ്തകം കയ്യിൽ വാങ്ങുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. And we read in verse 7. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, And he came and he took it out of the right hand of him who sat on the throne. അവൻ വന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. Verses 8 to 14 we see 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ different groups they worship God. വിവിധങ്ങളായ കൂട്ടർ വന്ന് കർത്താവിനെ ആരാധിക്കുന്ന ചിത്രമാണ്. First by the 24 elders, verses 8 to 10 and also 14. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ 14-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 24 മൂപ്പന്മാരും അത്തരത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. First about their action. ആദ്യം അവരുടെ പ്രവൃത്തി, they bow down and worship. They prostrate before the Lord. അവർ കവണ്ണ് വീണ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. And the same we find in chapter 4 verse 10 also. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം അത് തന്നെ കാണുന്നുണ്ട്. Look at their instruments they use as they sing praises to the Lord. കർത്താവിന് മഹത്വം കരേറ്റുമ്പോൾ അല്ലെങ്കിൽ അവർ പാട്ട് പാടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ശ്രദ്ധിക്കുക. They have harps and lyre. അത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവർ വീണയും പൊൻകലശവും പിടിച്ചിട്ടുണ്ട്. These were the traditional instruments the Israelites used in the Old Testament to sing praises to the Lord. ദൈവത്തിന് മഹത്വം പാടുവാനായിട്ട് ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇവയൊക്കെ ആയിരുന്നു. Psalm 33 verse 2. 33-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം. And Psalm 98 verse 5. 98-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. And also Psalm 150. All these psalms talk about the different instruments. 180-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിവിധങ്ങളായ ഉപകരണങ്ങളെ കുറിച്ച്, സംഗീത ഉപകരണങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. And they were singing praises to the Lord. അവർ കർത്താവിന് മഹത്വം കരേറ്റുകയാണ്, പാടുകയാണ്. And along with their song, അവരുടെ പാട്ടിനോടൊപ്പം തന്നെ they were offering a prayer. അവർ ഒരു പ്രാർത്ഥനയും കഴിക്കുന്നുണ്ട്. Verse 4. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, having each one a harp and a golden bowls full of incense, which are the prayers of the saints. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. Yeah. Remember, these 24 elders, they represent the church. നാം ഒന്ന് ഓർക്കണം, ഈ 24 മൂപ്പന്മാർ എന്നുള്ളത് സഭയെയാണ് പ്രതിനിധീകരിക്കുന്നത്. And they offer prayers to the Lord. അവർ കർത്താവിനോട് പ്രാർത്ഥനയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. These prayers are described as if offered in a golden bowls full of incense. നമുക്ക് പ്രാർത്ഥന ഇത്തരത്തിലാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് അങ്ങനെയാണ് വായിക്കുന്നത്. Prayer is compared to an offering. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ഒരു സ്തുതിയാണ്. And thirdly, we come across their song. നമുക്ക് മൂന്നാമതായിട്ട് അവരുടെ പാട്ടിനെ കുറിച്ച് കാണുവാൻ കഴിയും. Their song magnifies the worth of the lamb for 4 reasons. 4 കാരണങ്ങൾ കൊണ്ട് ഈ കുഞ്ഞാടിന്റെ മഹത്വത്തെ അവർ വർണ്ണിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. Number 1. ഒന്നാമത്, the lamb was slain. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതാണ്. Secondly, രണ്ടാമത്, that the death of the lamb has brought redemption to people from every kindred, tongue, people and nation. ഈ കുഞ്ഞാടിന്റെ മരണം അഥവാ അവന്റെ രക്തമുഖാന്തരം ഓരോ ജാതിയിലും ഗോത്രത്തിലും രാജ്യത്തും ദേശത്തുമുള്ളവരെ അവനായിട്ട് വിലയ്ക്ക് വാങ്ങി. And the third reason, മൂന്നാമത്തെ കാരണം, the redemption also resulted in a position before God as a kingdom and priests. ഈ വീണ്ടെടുപ്പ് എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു രാജ്യവും പുരോഹിതന്മാരുമായി അവരെ തീർക്കുകയാണ്.
This is a unique position of the Church of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയ്ക്കുള്ള പ്രത്യേകമായ ഒരു പദവിയാണിത്. Lord Jesus Christ is the king. കർത്താവായ യേശുക്രിസ്തു രാജാവാണ്. The church is a spiritual kingdom. തന്റെ സഭ എന്നുള്ളത് ആത്മീയമായ ഒരു രാജ്യമാണ്. And not only that, അതുമാത്രമല്ല, we are also priests unto God. നാം കർത്താവിന് പുരോഹിതന്മാരാണ്. We also read the same in 1 Peter chapter 2 and verses 5 onward. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We are the kingdom and we are the priests unto God. നാം ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമായി തീർന്നിരിക്കുന്നു. Also in a Revelation we further read in verses chapter 1 verses 5 and 6. നാം വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ and chapter 20 verse 6. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം The same truth. ഇതേ സത്യം തന്നെ കാണുവാൻ കഴിയും. We are the kingdom to the Lord and we are the priests unto him. നാം കർത്താവിന് രാജ്യവും പുരോഹിതന്മാരുമായി തീർന്നിരിക്കുന്നു. When we come to the New Testament, different passages, we come across at least 7 spiritual sacrifices that we can offer to the Lord. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കർത്താവിന് നൽകുവാൻ കഴിയുന്ന 7 വിധങ്ങളായ യാഗങ്ങളെ കുറിച്ച്, ആത്മീയ യാഗങ്ങളെ കുറിച്ച് വായിക്കുവാൻ കഴിയും. Just leaving that passage, that portion and coming back to this point. ആ ഭാഗം ഞാൻ അവിടെ വിട്ടിട്ട് ഞാൻ മടങ്ങി വരട്ടെ. And the fourth one, നാലാമതായിട്ട്, in the future, ഭാവി കാലത്ത് the redeemed will reign on this earth. വീണ്ടെടുക്കപ്പെട്ടവർ ഈ ഭൂമിയിൽ വാഴുവാൻ പോവുകയാണ്. The believers in the Lord Jesus Christ will reign with our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ തീർച്ചയായും ഈ ഭൂമിയിൽ വാഴുവാൻ പോവുകയാണ്. 1 Corinthians chapter 6, 1 കൊരിന്ത്യർ 6-ാം അധ്യായം, where we read that the believers, saints are going to reign on this earth. അവിടെ നാം വായിക്കുന്നത് വിശ്വാസികൾ തീർച്ചയായും ഈ ഭൂമിയിൽ വാഴുവാൻ പോവുകയാണ്. We read about the 12 apostles in Matthew's Gospel chapter 19 toward the last. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് വായിക്കുന്നത്, They will be seated on the 12 thrones and reign over the 12 tribes of Israel. 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഇസ്രായേൽ ഗോത്രത്തെ അവർ ന്യായം വിധിക്കും എന്ന് നാം വായിക്കുന്നു. So we the saints, New Testament saints, will reign with our Lord. ഈ പുതിയ നിയമവിശ്വാസികളായ നാം കർത്താവിനോടൊപ്പം രാജ്യഭാരത്തിന് വേണ്ടി ഇരിക്കുന്നവരാണ്. When is that going to be? അതെന്നായിരിക്കും? It is going to be during the millennial reign of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലഘട്ടത്തിലാണത്. When we come to chapter 5 verses 9 and 10, 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, it seems there is a textual problem. അവിടെ എഴുതിയിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം അവിടെ കാണുവാനായിട്ട് കഴിയും. Thou hast made, in some version, made them to be a kingdom. നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ചില ഭാഷാന്തരങ്ങളിൽ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നാണ്. In some other version it's us. Thou hast made us to be a kingdom. മറ്റ് ചില ഭാഷാന്തരങ്ങളിൽ നമ്മെ അത്തരത്തിൽ രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്ന് വായിക്കുവാനായിട്ട് കഴിയും. Which one is correct? ഏതാണ് അതിന്റെ കൂടുതൽ ശരി? Of course, many years before, I remember I have done this textual criticism of this passage. ഈ പുസ്തകത്തെ ഞാൻ ആ രീതിയിൽ അതിന്റെ എഴുതിയതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയുണ്ടായി ചില നാളുകൾക്ക് മുൻപ്. There are 2 renderings, 2 readings in the copies. പഴയ കാലഘട്ടത്തിലുള്ള ചുരുളുകളിലെ എഴുത്തുകളിൽ 2 രീതിയിൽ അത് എഴുതപ്പെട്ടത് വായിക്കുവാനായിട്ട് കഴിയും. One is translated as us and the other one is translated as them. ഒന്ന് നമ്മെ എന്ന് എഴുതിയിരിക്കുന്നതും അവരെ എന്ന് എഴുതിയിരിക്കുന്നതും 2 രീതിയിലുള്ളതും പഴയകാല ലിഖിതങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. Many copies support both of these renderings. പല എഴുത്തുകളിലും ഈ 2 രീതികളും കാണുവാനായിട്ട് കഴിയും. So it's difficult to conclude which one is correct. ഏതാണ് കൂടുതൽ ശരി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് വളരെ പ്രയാസമാണ്. So however, എങ്ങനെ തന്നെയായിരുന്നാലും this variation will not affect any doctrine of the scripture. ഈ ഒരു വ്യത്യാസം തീർച്ചയായും ദൈവവചനത്തിന്റെ ഉപദേശ വിഷയങ്ങളിൽ യാതൊരു വ്യതിയാനവും വരുത്തുകയില്ല. If it is them, അവരെ എന്നാണെങ്കിൽ, these 24 elders are talking in third persons, referring to themselves. പഴയ ഈ 24 മൂപ്പന്മാരും അവരെ കുറിച്ച് തന്നെ മറ്റുള്ളവർ എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്.
And if the word us is correct, ഞങ്ങൾ എന്നുള്ള വാക്കാണ് കൂടുതൽ ശരിയെങ്കിൽ, that also is will allow the same group of people who will bring glory to the Lord using these words. ആ ദൈവത്തെ ആ വാക്കുകൾ മുഖാന്തരം മഹത്വപ്പെടുത്തുന്ന അതേ ജനത്തിന് ശരിയായ രീതിയിൽ തന്നെ അത് പ്രായോഗികമായിരിക്കുന്നു. And now we will come to the last chapter. Chapter 6. നമുക്ക് വീണ്ടും 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. In chapter 6, we find the starting of the tribulation time. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആരംഭത്തെ കുറിച്ചാണ് കാണുന്നത്. Before we get into this section, ഈ ഭാഗത്തേക്ക് നാം കടക്കുന്നതിന് മുൻപായിട്ട് I would like to give a brief introduction to this section. ഈ ഭാഗത്തിന് ഒരു മുഖവുരയായ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. We have already seen, based on chapter 1 verse 19, there are 3 sections for the entire book. ഈ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി ഈ പുസ്തകത്തിന് 3 വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്, കാലഘട്ടമുണ്ട്. The things which you have seen, നീ കണ്ടത് chapter 1, 1-ാമത്തെ അധ്യായം, the things which are, ഇപ്പോഴുള്ളത് 2-3 അധ്യായങ്ങൾ, then the things which shall take place hereafter, ഇനി സംഭവിക്കുവാനിരിക്കുന്നത്, chapters 4 onward. 4-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ. Chapters 4 and 5, 4-5 അധ്യായങ്ങൾ are the beautiful prologue for the end judgments that are to follow. പിന്നീട് വരുവാനുള്ള സകല ന്യായവിധിക്കും മുമ്പിലുള്ള ഒരു മുഖവരയായിരിക്കുന്നു. Chapters 6 to 19, 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ dealing with the events of the tribulation period. മഹോപദ്രവ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെയാണ് അവിടെ വിവരിക്കുന്നത്. And its climax we find in chapter 19 verse 11 to 16. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മൂർധന്യാവസ്ഥ കാണുവാനായിട്ട് കഴിയും. There we read about the second coming of Christ, that is a glorious coming of Christ to this earth. കർത്താവായ ക്രിസ്തുവിന്റെ 2ാമത്തെ മടങ്ങി വരെ മഹത്വധാരിയായിട്ട് ഭൂമിയിലേക്ക് വരുന്ന ചിത്രമാണ് 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള. Generally we can say, നമുക്ക് പൊതുവായി പറഞ്ഞാൽ chapter 6 to 19 is talking about the tribulation time. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Now the question is, ഇപ്പോഴുള്ള ചോദ്യം, do the judgments of the seals, as we read in chapter 6, 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ മുദ്രകളുടെ ന്യായവിധി, again in chapters 8 to 9, we have the trumpets judgments. 8 മുതൽ 9 വരെയുള്ള 8-9 അധ്യായങ്ങളിലേക്ക് കാഹളത്തിന്റെ ന്യായവിധികളുണ്ട്. Then chapter 16, 16-ാം അധ്യായത്തിലേക്ക് പിന്നീട് വരുമ്പോൾ the bowls judgment. കലശങ്ങളുടെ ന്യായവിധി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Do they follow in sequence? അതേ ക്രമാനുഗതമായിട്ടാണോ അവ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്, or they are talking about the same time period? അതോ ഒരേ കാലഘട്ടത്തെ കുറിച്ചാണോ ഇവ സംസാരിക്കുന്നത്? So it looks like these are in sequence, in order. ഇതേ ക്രമാനുഗതമായാണ് ഇത് വരുന്നത് എന്നാണ് നമുക്കത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. Some commentators, again, after 6th chapter comes 7th chapter, where we read about the 144,000 Jewish people sealed. 6-ാം അധ്യായത്തിന് ശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരായ 144,000 പേർ മുദ്രയിടപ്പെട്ട ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Then we come across a great multitudes of people who are redeemed. അതിനുശേഷം വീണ്ടെടുക്കപ്പെട്ട വലിയ ഒരു പുരുഷാരത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. Then we come to chapters 8 and 9, where we read about the trumpets judgment. 8-9 അധ്യായങ്ങളിലേക്ക് അതിനുശേഷം നമുക്ക് കാഹളങ്ങളുടെ ആ രീതിയിലുള്ള ന്യായവിധി കാണുന്നുണ്ട്. Chapter 8 begins with the statement, when the 7th seal was opened, then the trumpet judgments begin. നാം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 മുദ്ര പൊട്ടിച്ചതിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ ന്യായവിധി ഉണ്ടാകുന്നു. Chapter 7 is an interlude. ഈ 7-ാം അധ്യായം എന്നുള്ളത് ഇതിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. And similarly, after the trumpets judgment in chapters 8 and 9, 8-9 അധ്യായങ്ങളിൽ ഈ കാഹളത്തിന്റെ ന്യായവിധികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ we read in chapters 10, 11, 12, 13, 14 and 15, 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ,
Again, and a parenthesis or an interlude. ഇതിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. There are different things are mentioned. വിവിധങ്ങളായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then coming to chapter 16, അതിനുശേഷം പിന്നെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ the bowl judgment. നമുക്ക് കലശങ്ങളുടെ ന്യായവിധി കാണുവാനായിട്ട് കഴിയും. After that, chapter 17 to 19, 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾക്ക് ശേഷം again a parenthesis. പിന്നെയും ഒരു ഇടവേള. So wherever we see the interlude, the things which are mentioned there are not in chronological order. ഇത്തരത്തിലുള്ള ഇടവേളകൾ നാം വിവരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇടവേളകളിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ക്രമാനുഗതമായി നടക്കുന്ന കാര്യങ്ങളല്ല. It's like you are making a telephone call to someone. ഒരു പക്ഷേ നാം മറ്റൊരാളുമായി ടെലിഫോണിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. And you have called to talk something, an important message. ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം പറയുവാനായി ഒരാളിനെ വിളിക്കുകയാണ്. As you go on talking about the matter you wanted to discuss, അത്തരത്തിൽ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിച്ച ആ വിഷയം നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ in between some other unrelated topic also comes. ഇതുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ അതിന്റെ ഇടയിലേക്ക് കടന്നു വരും. Maybe a family, some affair in the family. ഒരു പക്ഷേ കുടുംബത്തിലുള്ള ഒരു കാര്യമായിരിക്കാം. So you talk in between. ഇതിനിടയിൽ നാം അതിനെക്കുറിച്ച് സംസാരിക്കും. That again is relevant. അത് തീർച്ചയായും കാരണമുള്ളതാണ്, ആവശ്യമുള്ള കാര്യമാണ്. Similarly in this book, അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ first we see the seal judgments in chapter 6. 6-ാം അധ്യായത്തിൽ നമുക്ക് ഈ മുദ്രയുടെ ന്യായവിധികൾ കാണുവാനായിട്ട് കഴിയും. Then chapter 7 there is an interlude. 7-ാം അധ്യായം എന്നുള്ളത് ഒരു ഇടവേളയാണ്. Then again chapters 8 and 9, പിന്നീട് നാം 8-9 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ trumpets judgments. ഈ കാഹളങ്ങളുടെ ന്യായവിധി. Then 10 to 15 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾക്ക് ശേഷം there we read again something different, but they are related to these judgments. തീർച്ചയായും വ്യത്യസ്തമായ ഒരു കാര്യം ഈ ന്യായവിധികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് അവിടെ വിവരിക്കുന്നത് കാണുവാൻ കഴിയും. So all the seal judgments are in chronological order. ഈ മുദ്രയുടെ ന്യായവിധികളൊക്കെയും ക്രമാനുഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. And the trumpets judgment also in order. തീർച്ചയായും ഈ കാഹളത്തിന്റെ ന്യായവിധികളും ക്രമാനുഗതമായിട്ടുള്ളതാണ്. And the vials judgment or the vials judgment also are in order. പിന്നീട് വരുന്ന ഈ ക്രോധ കലശങ്ങളുടെ ന്യായവിധി എന്നുള്ളതും അതും ക്രമാനുഗതമായി വരുന്നതാണ്. But whatever you have in between, they may not have a chronological order. ഇതിനിടയിൽ വരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ക്രമാനുഗതമായ കാര്യങ്ങളായിരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. Okay. Now it's good to know the broad outline of this book again. പിന്നെ നമുക്ക് ഈ പുസ്തകത്തിന്റെ പൂർണ്ണമായ ഒരു രൂപരേഖ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. Why do we want to again and again look into the outline? എന്തുകൊണ്ടാണ് നമുക്ക് ഈ രൂപരേഖ പിന്നെയും ശ്രദ്ധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്? This will have a clear glimpse of this book. ഈ പുസ്തകത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. For example, chapter 1, the things which you have seen. നാം 1-ാം അധ്യായത്തിൽ കണ്ടതുപോലെ നീ കണ്ട കാര്യങ്ങൾ. Chapters 2 and 3, the things which are. 2-3 അധ്യായങ്ങളുള്ളതുപോലെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. Then chapter 4 to 22, the things which shall take place after these things. 4 മുതലുള്ള അധ്യായങ്ങൾ 22-ാം അധ്യായം വരെയും ഇനി സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് കാണുന്നു. As we are focusing on this section, നാം ഈ ഭാഗത്തെ കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ chapters 4 and 5 is just a prologue of what John was writing later. 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പിന്നീട് യോഹന്നാൻ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മുഖവുരയായി അതിരിക്കുന്നു. Chapters 6 to 19, 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ is talking about the tribulation period. തീർച്ചയായും ഈ മഹോപദ്രവ കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. There we have the seal judgment in chapter 6. 6-ാം അധ്യായത്തിൽ ആ മുദ്രയുടെ ന്യായവിധികളുണ്ട്. Chapter 7 is a non-chronological information. 7-ാം അധ്യായം എന്നുള്ളത് ക്രമാനുഗതമായിട്ടല്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. Then chapters 8 and 9, the trumpet judgments. 8-9 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കാഹളങ്ങളുടെ ന്യായവിധി. After that, from chapters 10 to 15, 10 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിലേക്ക് പിന്നീട് വരുമ്പോൾ there we read about the non-chronological information. ഇതോട് ചേർന്ന് ക്രമാനുഗതമായുള്ള കാര്യങ്ങളല്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു ഇടവേള കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ കാണുവാനായിട്ട് കഴിയും. Then in chapter 16, 16 മുതലുള്ള അധ്യായങ്ങൾ, അതിനുശേഷം bowl judgments. ക്രോധ കലശങ്ങളുടെ ന്യായവിധികൾ.
Then coming to chapter 17 to chapter 19 verse 2. 17 അധ്യായം മുതൽ 19 അധ്യായത്തിന്റെ 2-ാം വാക്യം വരെ പിന്നീട് വരുന്നത്. Sorry, 19 verse 21. 19ന്റെ 21, സോറി. Okay, it's talking about the non-chronological information. പിന്നെയും നമുക്ക് ക്രമാനുഗതമല്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. Okay, then the millennial reign of Christ, chapter 20. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. Chapter 21 and chapter 22 verse 5 up to verse 5. 21-ാം അധ്യായം അതുപോലെ 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ we read about the eternal state. നമ്മുടെ നിത്യകാലഘട്ടത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ വരുംകാല നിത്യതയെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. Chapter 22, 22-ാം അധ്യായം verses 6 to 21. 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. There we read about the epilogue of this book. ഈ പുസ്തകത്തിന്റെ ഒരു ഉപസംഹാരം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. A little introduction about the seal judgment. ഈ മുദ്രയുടെ ആ ഒരു ന്യായവിധിയെ കുറിച്ച് വേഗത്തിൽ ഒന്ന് പറയട്ടെ. In chapter 6 verses 1 and 2 we read about the first seal which was broken. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ആ പൊട്ടിക്കപ്പെട്ട ആദ്യത്തെ മുദ്ര നാം കാണുന്നു. We read, and I heard one of the 4 living creatures saying as with a voice of thunder, come. നീ വരിക എന്ന 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. Then in verse 2, 2-ാം വാക്യത്തിൽ പിന്നീട് and I looked and behold a white horse, അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. and he who sat on it had a bow. അവൻ അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. But the interesting thing is that he has only bow, no arrows. നമുക്ക് വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു കാര്യം, അവന്റെ കയ്യിൽ വില്ലുണ്ട് എന്നാൽ അമ്പില്ല. And he had a crown which was Stephanos, a victor's crown. നമുക്ക് അവിടെ ഒരു കിരീടം കാണുവാനായിട്ട് കഴിയും. വിജയിച്ചവന്റെ ഒരു കിരീടമാണ്. But it's not the crown of a king. ഒരു രാജാവിന്റെ കിരീടമല്ല. And he went out conquering and to conquer. അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. This is the coming of the Antichrist. അന്ത്യക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് അല്ലെങ്കിൽ വരവാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. So the Antichrist reign begins here. അന്ത്യക്രിസ്തുവിന്റെ വാഴ്ച ഇവിടെ ആരംഭിക്കുകയാണ്. When he comes with a cold war. അവൻ Cold war. ഒരു ശീതസമരവുമായിട്ടാണ് അവൻ വരുന്നത്. He does not have an open war with anyone. അവൻ തുറന്ന ഒരു യുദ്ധം ആരുമായിട്ടുമില്ല. Remember, he sits on the white horse. അവൻ ഒരു വെള്ള കുതിരയുടെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് മറക്കരുത്. With a peace offer. ഒരു സമാധാനം സ്ഥാപിക്കുവാനായിട്ട് അവൻ വരുന്നു. You remember Daniel chapter 9 verse 24. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ശ്രദ്ധിക്കുക. Then the prince shall make covenant with the people of Israel for 1 week. ഒരാഴ്ച കാലത്തേക്ക് ആ രാജാവ് ഇസ്രായേൽ ജനവുമായി സമാധാനം സ്ഥാപിക്കുവാൻ പോവുകയാണ്, ഉടമ്പടി ഉണ്ടാക്കുവാൻ പോവുകയാണ്. Today the whole world, particularly Israel, they want peace. ഇന്ന് സർവ്വലോകവും പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിന് സമാധാനം ആവശ്യമുണ്ട്. They all look for a world dictator who can control the entire world system. സർവ്വലോകത്തെയും അടക്കി ഭരിക്കുവാൻ കഴിയുന്ന ഒരു ഏകാധിപതിയാണ് അവർ കാത്തിരിക്കുന്നത്. Here we find about that leader. ഒരു നേതാവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. He sits on the throne. He sits on a horse, white horse. ഒരു വെള്ള കുതിരയിന്മേലിരിക്കുന്നവൻ. And he comes to conquer and conquering. അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും വന്നു. And secondly, രണ്ടാമത് we see when the second seal was opened, രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ there is an open war. നമുക്ക് തുറന്ന ഒരു യുദ്ധം കാണുവാനായിട്ട് കഴിയും. Then the third seal, മൂന്നാമത്തെ മുദ്ര, there will be famine. നമുക്ക് ക്ഷാമം കാണുവാനായിട്ട് കഴിയും. We know usually after a big war there will be famine. വലിയ യുദ്ധങ്ങൾക്ക് ശേഷം അത്തരത്തിലുള്ള ക്ഷാമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. We still remember the Bangladesh war happened in India. ഇന്ത്യയിൽ നടന്ന ബംഗ്ലാദേശ് യുദ്ധത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും. War with Pakistan. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം. Remember, after every war there was a famine. ഓരോ യുദ്ധത്തിന് ശേഷവും വലിയ ക്ഷാമം രാജ്യത്തുണ്ടാകും. And now during the 7-year period of the reign of Antichrist, അന്ത്യക്രിസ്തുവിന്റെ ഈ 7 വർഷത്തെ വാഴ്ചക്കാലത്തിന് ശേഷം, during that time, ആ കാലഘട്ടത്തിൽ, so he begins with a cold war. അവൻ ഒരു ശീതസമരവുമായിട്ട് ആരംഭിക്കുകയാണ്. And he continues
and he has an open war. പിന്നീട് അവൻ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. Then, അതിനുശേഷം because of the war, there will be famine. ഈ യുദ്ധങ്ങൾ മുഖാന്തരം ക്ഷാമമുണ്ടാകുന്നു. When the seventh seal is open, ഏഴ് മുദ്ര പൊട്ടിക്കുമ്പോൾ then death on earth. നാലാം മുദ്ര പൊട്ടിക്കുമ്പോൾ മരണമുണ്ടാകുന്നു. And then the fifth seal is open. അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ There we read about persecution and martyrdom on the earth. അവിടെ കൊല്ലപ്പെടുന്ന ജനത്തെ കാണുവാനായിട്ട് കഴിയും. When the sixth seal is open, ആറാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ there will be natural calamity all over the world. ലോകത്തിലാകമാനം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. When the seventh seal is opened, ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ then the seven trumpets begin. ഏഴ് കാഹളങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. So this is a sequence of the events. ഇതാണ് അതിന്റെ ക്രമാനുഗതമായ ഒരു ക്രമീകരണം. One thing I want to highlight here. ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, When the fifth seal is broken, അഞ്ചാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ there will be martyrdom. നമുക്ക് അത്തരത്തിൽ പലരെയും കൊല്ലുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയും. 9 to 11. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Who are these martyrs? ആരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നവർ? They are the martyrs at the beginning of the tribulation period. ആ മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ വരുന്ന രക്തസാക്ഷികളാണവർ. How did they enter into the tribulation? അവർ എങ്ങനെയാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നത്? Maybe till yesterday or last week they were part of some churches. ഒരുപക്ഷെ തലേന്ന് വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെയും അവർ ഏതെങ്കിലും സഭയുടെ ഭാഗമായിരുന്നവരായിരിക്കണം. They were coming regularly to attend the church. ഏതെങ്കിലും പള്ളികളിൽ അല്ലെങ്കിൽ സഭകളിൽ അവർ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നവരാകണം. Yet not saved. എന്നിട്ടും അവർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കും. That's the reason why they had to enter into the tribulation time. അതുകൊണ്ടാണ് അവർക്ക് മഹോപദ്രവ കാലഘട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നത്. But they have heard so many sermons. എന്നാൽ അനേക പ്രസംഗങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. They knew the need of accepting Christ as their savior. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവർ കേട്ടിട്ടുണ്ട്. But they did not repent of their sins and turn to the Lord. എന്നാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർ മാനസാന്തരപ്പെടുകയും കർത്താവിലേക്ക് അവർ തിരികെയും ചെയ്തില്ല. When Christ came in the midair, കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്നപ്പോൾ he took all his church unto himself. തന്റെ സഭയെ താൻ അവനോട് ചേർത്തുകൊണ്ടു. These unredeemed people, they stayed back. ഈ വീണ്ടെടുക്കപ്പെടാത്ത ജനം ഭൂമിയിൽ അവശേഷിച്ചു. However, the Spirit of God had worked in their hearts. എന്നാൽ ദൈവാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. They accepted the Lord. അവർ കർത്താവിനെ സ്വീകരിച്ചു. Now they are going through this tribulation. അവർ ഈ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോവുകയാണ്. They are not willing to leave their faith. അവരുടെ വിശ്വാസം അവർക്ക് വിടുവാനായിട്ട് മനസ്സില്ല. They were tortured and persecuted. തീർച്ചയായും അവർ കഷ്ടത്തിലായി, അവർ രക്തസാക്ഷികളായി തീരുന്നു. Lastly, they are martyred. അവസാനമായി അവർ കൊല്ലപ്പെടുകയാണ്. These are the martyrs. ഇവരാണ് രക്തസാക്ഷികൾ. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, remember that there are many unsaved people even in our churches. നമ്മുടെ സഭകളിൽ പോലും രക്ഷിക്കപ്പെടാത്തവരായ അനേകരുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. But we need to continue to preach the gospel. എന്നാൽ നാം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. Today it's easy for them to believe in Christ and get saved. ഇന്ന് അവർക്ക് കർത്താവിനെ സ്വീകരിക്കുവാനും അത്തരത്തിൽ രക്ഷിക്കപ്പെടുവാനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. But if they are not saved at the coming of Christ for the church, എന്നാൽ കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി സഭയെ സ്വീകരിക്കാനായി വരുന്ന സമയത്തും അവർ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ all the redeemed ones will be taken up. തീർച്ചയായും വീണ്ടെടുക്കപ്പെട്ടവരൊക്കെ കർത്താവിനോട് ചേർന്ന് പോകും. These people will remain. ഇവർ ഭൂമിയിൽ അവശേഷിക്കും. But they can have another chance. അവർക്ക് മറ്റൊരു അവസരം അത്തരത്തിൽ ലഭിക്കും. But with much persecution, they have to stand for their faith. വളരെ കഷ്ടങ്ങൾ കൂടി അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കേണ്ടി വരും. We read in the book of Matthew chapter 24. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, those who persevere till last, those who suffer till last will be saved. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ്. It is about them we read that. ഇവരെ കുറിച്ചാണ് നാം അത് വായിക്കുന്നത്. Beloved, this is the best opportunity for us to proclaim the gospel to our dear ones. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഏറ്റവും നല്ല അവസരം ഇപ്പോഴാണ്. Anyone who hears me is not yet saved. എന്നെ കേൾക്കുന്നവരായ ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ this is the best opportunity. ഇതാണ് ഏറ്റവും നല്ല അവസരം. Otherwise, അല്ലെങ്കിൽ the world is going to enter into the darkest time. ലോകം അതിന്റെ ഏറ്റവും അന്ധകാരമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
there will be tribulation. മഹോപദ്രവം, കഷ്ടങ്ങളുണ്ടാകും. May the Lord continue to speak to all of us. നമ്മുടെ ഹൃദയങ്ങളോട് കർത്താവ് തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. Thank you.